ഡിവൈഎഫ്ഐ നേതാവ് ഡോക്ടർ ജെ ഷിജുഖാൻ പങ്കെടുക്കുന്നതിലെ പ്രതിഷേധത്തെ തുടർന്ന് അന്താരാഷ്ട്ര സാഹിത്യോത്സവത്തിന്റെ സെഷൻ തന്നെ ഒഴിവാക്കി. ശിശുക്ഷേമ സമിതിയുടെ ചുമതലയിലിരിക്കെ അനുപമ വിഷയത്തിൽ ഷിജുഖാൻ സ്വീകരിച്ച വിവാദ നിലപാടുകളിൽ പ്രതിഷേധം ഉയർന്നിരുന്നു. അനുപമ ഉൾപ്പെടെ വേദിയിലെത്തുമെന്ന് അറിയിച്ചിരുന്നുവെന്ന് സാഹിത്യ അക്കാദമി അധ്യക്ഷൻ കെ സച്ചിദാനന്ദൻ പറഞ്ഞു. ബിജെപിയുടെയും മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെയും ഭീഷണി കൂടി കണക്കിലെടുത്താണ് സെഷൻ ഒഴിവാക്കിയത്. ആദ്യം പ്രതികരണത്തിലേക്കാണ് സച്ചിദാനന്ദൻ സാറിന്റെ പ്രതികരണത്തിലേക്ക്. അക്കാദമി അങ്ങനെ ഒരു ഫൈനൽ ഡിസിഷനിലേക്ക് എത്തുക അല്ലെങ്കിൽ അറിയിക്കുകയൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഞങ്ങൾ ഈ പ്രശ്നം അദ്ദേഹമായിട്ട് ഡിസ്കസ് ചെയ്ത് ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ട്. പിന്നീടുള്ള ഞങ്ങളുടെ കൂടി മിക്കവാറും ആ സെഷൻ ഇല്ലാതിരിക്കുകയായിരിക്കും നല്ലത്. അങ്ങനെ വേറെ 2 സെഷൻസ് അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ട്. അപ്പോൾ ആ സെഷൻസ് കമ്പൈൻ ചെയ്യുക എന്നുള്ളൊരു. അപ്പോൾ ഈ ഷിജു ഖാനെ പറ്റി ഇങ്ങനൊരു എനിക്കറിഞ്ഞു. എൻ്റെ ഒരു സുഹൃത്താണ് ഒരു തരത്തിൽ. കാരണം നിരന്തരമായിട്ട് മെസ്സേജസ് അയക്കുകയും വാട്സപ്പിലൊക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ അയാൾക്ക് ഇങ്ങനൊരു പാസ്റ്റ് ഉണ്ടെന്നുള്ളതിനെ പറ്റിയുള്ളൊരു യാതൊരു ധാരണ എനിക്കില്ല. അപ്പോൾ ഷിജു ഖാൻ്റെ പേര് വരുന്നതിൽ അപ്പോൾ പ്രത്യേകിച്ച് ഒബ്ജക്ഷൻ ഉണ്ട്. പിന്നെ ഈ ഇഷ്യൂസ് വന്നപ്പോഴാണ് മേ ബി അതുകൊണ്ടൊരു പ്രശ്നം ഉണ്ടായേക്കാം എന്നുള്ളൊരു തോന്നലുണ്ടായി. സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചെയ്യുന്നുണ്ട്. സൂരജ്, അവിടെ ഒരു സെഷൻ ഉണ്ടായിരുന്നുവെന്നും ആ സെഷനിലേക്ക് ഷിജു ഖാനെ വിളിച്ചിരുന്നുവെന്നും സ്ഥിരീകരിക്കുന്നു. ആ സെഷൻ ഒഴിവാക്കിയിരിക്കുന്നു. പ്രത്യേകിച്ച് അനുഭവ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഓർമ്മയുള്ളതാണ്. അനുഭവ വിഷയത്തിൽ ഷിജു ഖാൻ അടക്കം ആരോപണ മുന്നിൽ വന്ന കാലം. എന്താണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം? സുഹൈൽ, തീർച്ചയായും അതായത് നേരത്തെ നിശ്ചയിച്ച പ്രകാരം ഈ വിഷയത്തിന്റെ അധ്യക്ഷനായി ഉണ്ടായിരുന്നത് ഷിജു ഖാനാണ്. അതോടൊപ്പം തന്നെ നിരവധി പ്രമുഖരടക്കം ഈ സെഷനിൽ പങ്കെടുക്കുമെന്നും അറിയിച്ചിരുന്നു. പക്ഷേ ഇതിൽ ഏറ്റവും നിർണായകമായി കുക്കു ദേവകി എന്ന് പറയുന്ന അഡ്വക്കേറ്റ് കുക്കു ദേവകിയുടെ ഒരു നിലപാടാണ്. അവർ ആദ്യം തന്നെ ഷിജു ഖാനെതിരെ രംഗത്തെത്തുകയായിരുന്നു. ഇവരായിരുന്നു സഹ പാനലിസ്റ്റ് ആയിട്ടുണ്ടായിരുന്നത്. നേരത്തെ അതായത് ഷിജു ഖാൻ ഈ ശിശുക്ഷേമ സമിതിയുടെ ചുമതലയിലിരിക്കുന്ന കാലത്ത് അനുഭവ വിഷയത്തിൽ സ്വീകരിച്ച നിലപാടടക്കം എണ്ണിപ്പറഞ്ഞുകൊണ്ടായിരുന്നു ഇത്തരം ഈ പരിപാടിയിൽ നിന്ന് സഹ പാനലിസ്റ്റ് അടക്കം ആദ്യഘട്ടത്തിൽ പിന്മാറിയത്. അന്ന് അനുപമ കുട്ടിക്ക് വേണ്ടി ഒരു നീതിക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടം നയിക്കുന്നു. ഒരമ്മ തൻ്റെ കുഞ്ഞിന് വേണ്ടി നടത്തിയ നീതിക്കായുള്ള പോരാട്ടം, ആ പോരാട്ടത്തിനൊപ്പം നിൽക്കാതെ ഇരുന്ന ആളാണ് ഷിജു ഖാൻ. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ വിഷയം ചർച്ച ചെയ്യുന്ന ഒരു വേദിയിൽ ഷിജു ഖാൻ എങ്ങനെ പങ്കെടുക്കാൻ കഴിയുമെന്ന ചോദ്യമായിരുന്നു ഈ വിമർശകരെല്ലാവരും തന്നെ ഉയർത്തിയത്. അത് കുക്കു ദേവകി മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ചില സാംസ്കാരിക പ്രവർത്തകരടക്കം ഈ കുക്കു ദേവകി ഉന്നയിച്ച നിലപാടിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതോടുകൂടി അക്കാദമിയെ സംബന്ധിച്ച് അക്കാദമി തന്നെ വലിയൊരു പ്രതിസന്ധിയിലേക്ക് പോയി. അതുകൊണ്ട് തന്നെ ഷിജു ഖാനോട് സ്വമേധയാ പിൻവാങ്ങണം എന്ന ആദ്യഘട്ടത്തിൽ അക്കാദമി ആവശ്യപ്പെട്ടു. CPM നേതൃത്വവും DYFI നേതൃത്വവും ഒക്കെ ഇതിനുവേണ്ടി ഇടപെടുകയും ചെയ്തുവെങ്കിൽ പോലും ഷിജു ഖാൻ അതിന് വഴങ്ങിയില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഷിജു ഖാൻ ഈ വേദിയിലേക്ക് എത്തും എന്ന് ഉറച്ച നിലപാടെടുത്തു. ഇന്നലെ DYFI ഷിജു ഖാനെ പിന്തുണച്ചുകൊണ്ട് ഒരു പ്രസ്താവന അടക്കം ഇറക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് ഷിജു ഖാനെ ഒഴിവാക്കുന്നതിന് വേണ്ടി ഈ സെഷൻ തന്നെ വേണ്ടതില്ല എന്ന കടുത്ത തീരുമാനത്തിലേക്ക് ഇപ്പോൾ അക്കാദമി എത്തിയിരിക്കുന്നത്. അക്കാദമിയുടെ മാത്രം തീരുമാനമല്ല, ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനും അല്ലെങ്കിൽ പരിപാടി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ഒരു പ്രോഗ്രാം കമ്മിറ്റി അടക്കം രൂപീകരിച്ചിട്ടുണ്ട്. ഈ പ്രോഗ്രാം കമ്മിറ്റിയുടെ കൂടി തീരുമാനം മുൻനിർത്തിക്കൊണ്ട് ഈ പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഈ സെഷൻ ഒഴിവാക്കിയതെന്നുള്ളതാണ് ഔദ്യോഗികമായി തന്നെ ഇപ്പോൾ കവി സച്ചിദാനന്ദൻ അടക്കം വിശദീകരിക്കുന്നത്. എന്നാൽ ഷിജു ഖാൻ ആകട്ടെ നാളെ വേദിയിലേക്കെത്തും. ഈ സാഹിത്യോത്സവത്തിൽ പങ്കെടുക്കുന്നതിന് ആർക്കും തന്നെ വിലക്കാൻ കഴിയില്ല എന്നൊരു നിലപാടിലാണ് ഷിജു ഖാൻ ഉള്ളത്. മറുതലക്കലിൽ ഇവർ പറയുന്നത് ചില ഭീഷണികളും ഈ വേദിയിൽ ഷിജു ഖാൻ എത്തിയാൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് BJP അടക്കം ഇങ്ങോട്ടേക്ക് ഒരു സമരം നടത്തുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. അനുപമ ഈ വേദിയിലേക്ക് എത്തുമെന്ന് അറിയിച്ചിരുന്നു. അങ്ങനെയെങ്കിൽ ഈ വിവാദത്തിലേക്ക് ഒരു ഫെസ്റ്റിവൽ കൊണ്ടുപോകേണ്ടതില്ലെന്ന് കൂടി കണക്കാക്കിക്കൊണ്ടാണ് ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് പോയതെന്ന് സാഹിത്യ അക്കാദമി വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതേക്കുറിച്ച് നമ്മൾ ഈ സാഹിത്യ അക്കാദമിയുടെ ചുമതലയുള്ള ആളുകളോട് ചോദിക്കുമ്പോൾ പക്ഷേ ഈ സച്ചിമാഷ് പറഞ്ഞതുപോലെ ഒരു നിലപാടല്ല എല്ലാവർക്കും ഉള്ളത്. അവർക്കിടയിലും ഒരു ഭിന്നിപ്പുണ്ട് എന്ന് നമുക്ക് തോന്നുന്നുണ്ട്. എന്തായാലും സച്ചിമാഷ് പറയുന്നത് ഒരു കൂട്ടായ തീരുമാനമാണ്. ഈ ഫെസ്റ്റിവൽ കളങ്കപ്പെടേണ്ടതില്ല എന്ന തീരുമാനത്തിന്റെ പുറത്താണ് ഇങ്ങനെ ഒരു നിലപാടിലേക്ക് പോയതെന്ന് കൂടി വിശദീകരിക്കുന്നുണ്ട്. സുഹൈൽ, സെഷനിൽ പങ്കെടുക്കാൻ ക്ഷണമുണ്ടായിരുന്നു, എന്നാൽ ഇപ്പോൾ വേണ്ടെന്ന് തീരുമാനിച്ചിരിക്കുന്നു എന്ന് സ്ഥിരീകരിക്കുകയാണ്. അനുഭവ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ഷിജു ഖാന്റെ പേരടക്കം ആരോപണ മുന്നിൽ വന്നിരുന്നു. കുഞ്ഞിനെ മാറ്റിയതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഷിജു ഖാൻ നേരിട്ടിരുന്നു. ഇതൊക്കെ കൂടി അനുബന്ധിച്ചാണ്, ഇതുകൂടി കണക്കിലെടുത്താണ് ഈ പറയുന്ന സെഷനുമായി ബന്ധപ്പെട്ട് ഷിജു ഖാനെ പങ്കെടുപ്പിക്കേണ്ട തീരുമാനത്തിലേക്ക് അക്കാദമി എത്തിയിരിക്കുന്നത്. സൂരജ് സജിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.